Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 2 പേർ കൂടി ഇന്ന് മരിച്ചു. കോഴിക്കോട് കക്കയത്ത് കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന കർഷകനെ കാട്ടുപോത്ത് കുത്തിക്കൊന്നു. പെരിങ്ങൽകുത്തിൽ സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നു. ചാലക്കുടിയിലും കോഴിക്കോട്ടും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. മരിച്ച 2 പേരുടെയും കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. വന്യജീവി ആക്രമണത്തിൽ ഇന്നു മാത്രം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നഷ്ടമായത് 2 ജീവനുകൾ. 2 ദിവസത്തിനിടെ 3ാമത്തെ മരണം. കക്കയത്ത് മരിച്ചത് പാലാട്ടിയിൽ അബ്രഹാം. കൃഷിയിടത്തിൽ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെ കാട്ടുപോത്ത് നെഞ്ചിൽ കുത്തി. അവരുടെ അമ്മ അവിടെ പശു മാറ്റിക്കിടാൻ പോയിരുന്നു. അപ്പം ഇങ്ങനെ ഇദ്ദേഹം പണിസ്ഥലത്ത് നിന്ന് കരച്ചു കിട്ടി. അദ്ദേഹത്തിൻ്റെ ഒന്ന് പോയി നോക്കാവുന്നത്. അങ്ങനെ ആരും കിട്ടില്ല, പിടിച്ച് കിട്ടില്ല. പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരാൾ വന്നു. ഞാൻ പോയി നോക്കുമ്പോൾ ഇതെങ്ങനെ മരിച്ചു കിടക്കുക, സൈറ്റ് മരിച്ചു കിടക്കുകയാണ്, കൃഷിസ്ഥലത്ത് മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹം കശുവണ്ടി വർക്കായിരുന്നു. അതെ, അതെ അതെ അതെ. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞു. DCP എത്തി കലക്ടറുമായി സംസാരിച്ച് കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാമെന്ന് ഉറപ്പ് പ്രതിഷേധക്കാർക്ക് നൽകി. എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് നാട്ടുകാർ. ഇനി ഒരാൾ പോലും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഈ നാട്ടിൽ, ഈ മലയോര മണ്ണിൽ ഒരാൾ പോലും വീണു പോകരുത്. 50 ലക്ഷം രൂപയെങ്കിലും ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ ഈ അവസരത്തിൽ സാധിക്കുകയുള്ളൂ. പെരിങ്ങൽകുത്ത് വാച്ചുമരം കോളനിയിൽ മരിച്ചത് 64 വയസ്സുള്ള വത്സല. ആന ചവിട്ടിക്കൊന്നത് കാട്ടിൽ വിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെ. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ഊരുമൂപ്പൻ കൂടിയായ രാജൻ ആശുപത്രിയിലാണ്. ഈ കായ പൊട്ടിച്ച വർഷത്തേക്ക് കൂട്ടി തല്ലിപ്പൊട്ടിക്കാൻ വേണ്ടി ഇരുന്നതാ. ഞങ്ങൾ 2 പേരുണ്ടാവുള്ളൂ. ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഉൾക്കാട്ടിൽ വെച്ചിട്ട്. അതെ, പെട്ടെന്ന് ഞങ്ങൾ ആന വന്ന് ശ്രദ്ധിച്ചില്ലല്ലോ. മതിയായ നഷ്ടപരിഹാരവും വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ആദിവാസികൾക്ക് RRT സംരക്ഷണവും ആവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ MPയും സനീഷ് കുമാർ ജോസഫ് MLAയും ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. ചികിത്സയിലുള്ള ഊരുമൂപ്പനെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. പെരിങ്ങൽകുത്തിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും കക്കയത്തെ കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കുമെന്നും വനമന്ത്രി AK ശശീന്ദ്രൻ. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ സംഭവസ്ഥലത്ത് ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് താമസിയാതെ തന്നെ ഇറക്കാനുള്ള നിർദ്ദേശം വനംവകുപ്പ് മേധാവിക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. പ്രതിരോധം വൈകുന്നോ എന്നതാണ് ചോദ്യം. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ നമ്മുടെ മാനേജിംഗ് എഡിറ്റർ ആൻഡ്രോ അഗസ്റ്റിൻ കൂടിയുണ്ട്. ശ്രീ ആൻഡ്രോ, ഇപ്പോൾ പ്രതിരോധം വൈകുന്നു എന്ന ചോദ്യം വരുന്നത് ഇപ്പോൾ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ കേൾക്കുകയാണ്. ഇന്നലെ ഒരു മരണം, ഇന്നിപ്പോൾ 2 മരണം. സ്മൃതി, ഇന്നലെ ഇന്ദിര, ഇന്ന് എബ്രഹാം, വത്സല. ഇത് നമ്മൾ എന്താണ് പറയുക, കേരളം പോലെയൊരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു വന്യമൃഗ ശല്യം ജനങ്ങളുടെ ഇടയിലാണ്. വന്യമൃഗങ്ങൾ താമസിക്കേണ്ടതും അത് സ്വൈര്യവിഹാരം നടത്തേണ്ടതും വനങ്ങളിലാണ്. എന്തുകൊണ്ടാണ് വനങ്ങളുടെ പുറത്ത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ വന്യമൃഗങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം നമ്മുടെ സർക്കാരിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ഈ ഇന്ദിരാമ മരിച്ച സമയത്ത് അവരുടെ കൂടെ സൂസൻ എന്ന് പറഞ്ഞ ഒരു അമ്മച്ചിയും കൂടെയുണ്ട്. അവർ 2 പേരും ഈ ഇന്ദിരാമ അവരുടെ ഭർത്താവ് കൂവ പറിക്കുന്നതിനിടയ്ക്ക് കൂവ പറിക്കുന്ന സ്ഥലത്തേക്ക് കാപ്പിയും കൊണ്ട് പോവുകയാണ്. ഈ പറയുന്ന 2 വൃദ്ധ സ്ത്രീകൾ നിന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് ആന വരുന്നുണ്ട്, ഓടിക്കോ എന്ന് പറയുമ്പോൾ ഓടാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ആരുടെ സ്ഥലത്താണ്? അവരുടെ സ്ഥലത്താണ്. എന്തൊരു ഗതികേടാണെന്ന് നോക്കിക്കേ. വർഷങ്ങളായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ, ഏകദേശം ഒരു 5-6 വർഷമായിട്ട് വളരെയധികം വന്യമൃഗ ശല്യം കൂടിയിട്ടുള്ളത്. ഇത് ഇവർ പറഞ്ഞ് മടുത്തു. ഇന്നിപ്പം എന്താണ് അവസ്ഥ? ഇന്നിപ്പോൾ കൂരാച്ചുണ്ടിൽ പിന്നെ എബ്രഹാം കശുവണ്ടി പറക്കാൻ പോകുന്ന സ്ഥലത്ത് പോയിട്ട് കാട്ടുപോത്ത് കുത്തിക്കൊല്ലുകയാണ്. നമ്മൾ പറയുന്നത് ഇപ്പോൾ വയനാട്ടിലെ ഇഷ്യൂ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. വയനാട്ടിൽ നമ്മുടെ അജീഷിനെ
കാട്ടാനെ ആക്രമിക്കുക, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കയറിയിട്ട് ചവിട്ടി കൊല്ലുകയാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് പോളിനെ ആക്രമിച്ചത് പിന്നെ അവരുടെ സ്ഥലത്താണ് പോളിനെ ആക്രമിച്ച് കൊന്നത്. അപ്പോൾ ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവാഞ്ഞിട്ടോ അല്ലെങ്കിൽ സർക്കാരിന് മനസ്സിലാവാഞ്ഞിട്ടോ അല്ല, പക്ഷേ ഇത് പ്ലാൻ ചെയ്യാൻ സർക്കാരിനെ കൊണ്ട് അത് കഴിയുന്നില്ല എന്നുള്ളത്. ഈ കാര്യത്തിൻ്റെ അകത്ത് സർക്കാർ പൂർണ്ണ പരാജയമാണ്. പൂർണ്ണ പരാജയം എന്ന് പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ജനങ്ങൾ സമരത്തിലേക്ക് ഇറക്കുന്നത്? ഒരു ചെറിയ ഉദാഹരണം ഞാൻ മാത്രം പറയാം. ഈ സമരം ചെയ്താൽ പണം 50 ലക്ഷം കിട്ടുമോ? ചില ആൾക്കാർക്ക് 50 ലക്ഷം, ചില ആൾക്കാർക്ക് 10 ലക്ഷം, ചില ആൾക്കാർക്ക് 5 ലക്ഷം. ഇതിനൊരു വ്യവസ്ഥയൊന്നും ഇവരെ കൊണ്ട് ഇതുവരെ ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് ഇവർക്ക് ഇതുവരെ അത് ധാരണയാക്കാൻ കഴിഞ്ഞിട്ടില്ല. സമരം ചെയ്ത ഒരാൾക്ക് 50 ലക്ഷം കൊടുത്തിരിക്കുന്നു, അടുത്തയാൾക്ക് 10 ലക്ഷം കൊടുത്തിരിക്കുന്നു. ഇതിന് എങ്ങനെ ഷെഡ്യൂൾ പേയ്മെൻറ്റ് എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ജനങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് എങ്ങനെ അവരെ നഷ്ടപരിഹാരം കിട്ടുമെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇതൊന്നും ആരും വനത്തിനുള്ളിലേക്ക് പോയിട്ട് മരണപ്പെടുന്നതല്ല. ഇത് അവരുടെ സ്വന്തം കൃഷിയിടങ്ങളിൽ വിളവ് ശേഖരിക്കാൻ പോകുമ്പോഴാണ്. ഇന്നെന്താണ് സംഭവം? ഇന്ന് പിന്നെ കശുവണ്ടി പറക്കാൻ പോവുകയാണ്. ആ ഏരിയയിലൊക്കെ കശുവണ്ടി പറക്കിയിട്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത്. അത് സർക്കാർ മനസ്സിലാകുന്നില്ലേ? കപ്പയും വാഴയും കിഴങ്ങും കൂവയൊക്കെ പറിച്ചിട്ടാണ് സാധാരണ മലയോര കർഷകർ ജീവിക്കുന്നത്. മലയോര കർഷകർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഈ പറയുന്ന സർക്കാരിനോ സർക്കാർ സംവിധാനത്തിനോ വനം വകുപ്പ് മന്ത്രിക്കോ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്? കാട്ടുപന്നി, കാട്ടുപോത്ത്, ആന, കടുവ, പുലി, പിന്നെ കുരങ്ങ്, ഇതൊന്നും കൃഷിയിടങ്ങളിൽ വളരേണ്ട സാധനമാണോ? ഇതൊക്കെ കൃഷിയിടങ്ങളിലാണോ വളരേണ്ടത്? ഇതൊക്കെ ഇന്ന് വനം മന്ത്രീൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. ഇത് മനുഷ്യനോടാണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, മൃഗങ്ങളോടാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെ പറയുന്ന ഒരു വനം മന്ത്രിയാണ് നമുക്കുള്ളത്. അങ്ങനെയാണോ ഒരു വനം മന്ത്രി പറയേണ്ടത്? മൃഗങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കല്ലേ വേണ്ടത്? എങ്ങനെ ഇനി അങ്ങോട്ട് അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇനി ഇത് സാധാരണ സംഭവമായിരിക്കും. വരുന്ന 6 മാസം, ഇത് ഫെബ്രുവരി ആയിട്ടുള്ളൂ, മാർച്ചായി, ഏപ്രിൽ, മെയ്, ലാസ്റ്റ് വരെ, ജൂൺ, മഴക്കാലം ഉണ്ടാകുന്നത് വരെ വന്യമൃഗങ്ങൾ മുഴുവൻ വെള്ളം കിട്ടാതെ, അവർക്ക് ആഹാര സംവിധാനങ്ങൾ കിട്ടാതെ മുഴുവൻ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കാതെ നമുക്കൊരു ഇതുവരെ ഇത്രയും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? എന്താണ് ഈ RRT സംഘങ്ങളെ ഒന്നിച്ച് വയനാട്ടിലേക്ക് വിട്ടതുകൊണ്ട് ഇവിടുത്തെ കുറച്ച് ഷോർട്ടേജ് ഉണ്ടായോ ഒന്ന് പരിശോധിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഷോർട്ടേജ് ഉണ്ടാവും പരിശോധിക്കാൻ പോകേണ്ട സ്ഥലമാണോ ഇത്? ഒരു 500 ആൾക്കാരെ പുതിയ ആൾക്കാരെ എടുത്ത് അങ്ങോട്ട് വിട്ടു, അത് നമുക്കത് കൂടുതൽ ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഈ മുഖ്യമന്ത്രിൻ്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനം നടപ്പിലാക്കാൻ പോകുന്നത് കറക്റ്റായി മോണിറ്റർ ചെയ്ത് എന്താണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ വിദഗ്ധരെ കണ്ടെത്തി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായി കണ്ടെത്തി അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയണമെന്നേ. ഒരു സംവിധാനം ഉണ്ടായിരിക്കുമ്പോൾ ആ സംവിധാനത്തിന് മറുപടി പറയാൻ വേണ്ടി വന്നിരുന്നിട്ട് പറയാം ഇന്ന് കാട്ടുപോത്തിനെ വെടിവെച്ച് വന്നളയാം. അതാണ് പറയുന്ന മറുപടി. നാളെ രാവിലെ ഒരു കാട്ടുപോത്തല്ല, അതിൻ്റെ കൂടെ 10, 15, 20 കാട്ടുപോത്താണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കൊല്ലത്ത് കണ്ടില്ലേ, ഒരു സ്ത്രീനെ കാട്ടുപന്നി ഓടിച്ചിട്ട് കിണറ്റിൽ വീണു. ഇന്നത്തെ 3ാമത്തെ സംഭവമാണ് ഞാൻ പറയുന്നത്. കിണറ്റിൽ വീണു. ആ കിണറ്റിൽ വീണതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ കാട്ടുപന്നീൻ്റെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ചിട്ടുണ്ടാവും, അത് കിണറ്റിൽ വീണു, അതിനെ പിടിച്ച് കയറ്റി ഫയർഫോഴ്സ് വന്ന് പിടിച്ച് കയറ്റിയിട്ടുള്ളത്. ഇതെവിടെ അതെല്ലാം നടക്കുന്നത്? ജനവാസ കേന്ദ്രത്തിൽ, വീടിൻ്റെ മുറ്റത്തൊക്കെയാണ് നടക്കുന്നത്. ഇതൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. മലയോര കർഷകരുടെ, കുടിയേറ്റ കർഷകരുടെ ഗതികേട് മനസ്സിലാക്കാൻ ഈ സർക്കാരിന് പറ്റുന്നില്ലെങ്കിൽ അത് സർക്കാരിൻ്റെ പരാജയമല്ലേ? ആ സ്ഥലത്ത് ആ മന്ത്രി പരാജയമാണെങ്കിൽ ആ മന്ത്രീനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ മന്ത്രീനെ വെക്കുകയല്ലേ വേണ്ടത്? കാരണം ഇത് മാറ്റാൻ പറ്റാത്ത സംവിധാനമൊന്നുമല്ല, ഒരാൾക്ക് പറ്റുന്നില്ല. അദ്ദേഹം വേറെ ലെവലിൽ കഴിവുകളിലേക്ക് ഞാൻ പോസ്റ്റ് കൊടുക്കണമെന്നേ ഞാൻ പറയാം. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല പോസ്റ്റിൽ നിന്ന് മന്ത്രിയായിരിക്കാം. ഈ സംവിധാനത്തിൽ അദ്ദേഹത്തിന് പറ്റുന്നില്ലേ, അദ്ദേഹത്തെ മാറ്റി നല്ല മന്ത്രിമാരെ കൊടുക്കും. ഇവർ മന്ത്രിമാരെ കിട്ടാത്തോ MLA കിട്ടാത്തോ ഒന്നും LDFനോ ഇടതുപക്ഷത്തിനോ കുറവുണ്ടോ? ഇത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ? ഇത് ചെയ്യില്ല, ഇതിങ്ങനെ വേണ്ട, ഇത് മാക്സിമം ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകാം. എത്ര നാളിത് കൊണ്ടുപോകും? ഇനി നാളെയോ മറ്റന്നാളോ ഒക്കെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവണമെന്നല്ല ഞാൻ പറയുന്നത്. ഉണ്ടാകാൻ എത്രയോ സാധ്യത കൂടുതലാണ്. വയനാട്ടിലെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ്. അത് ഇവർക്കൊന്നും പറയാം. വയനാട്, ഈ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകൾ, ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകളിലൊക്കെ ദയനീയം. കാരണം ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും വിളവെടുക്കുന്ന എല്ലാ കാർഷിക വിളകളും വിളവെടുക്കുന്ന സമയങ്ങളാണ്. ഇത് ജനങ്ങൾ മുഴുവൻ രാവിലെ 8 മണി തുടങ്ങി തോട്ടത്തിലാണുള്ളത്. ഈ തോട്ടത്തിൽ കാട്ടുപോത്തും കാട്ടുപന്നിയും കടുവയും പുലിയും ആനയും വരാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ജനങ്ങളെ മുഴുവൻ ഇവർ ഒഴിവാക്കാൻ പറ്റുമോ? പുറത്തിറക്കാൻ പറ്റുമോ?
ഇതൊരു വളരെ വലിയ ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിനെതിരെ, ഈ പറയുന്ന പ്രശ്നത്തിനെതിരെ സർക്കാർക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും. അത് പ്രതിപക്ഷം അങ്ങനെ ചെയ്തു, പിന്നെ BJP ഇങ്ങനെ ചെയ്തു, കോൺഗ്രസ് അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ജനങ്ങളുടെ വികാരമാണ്. പ്രതിപക്ഷത്തിന് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ മലയോര മേഖലയിലെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള LDFകാരായാലും CPMകാർക്ക് പോലും ഇതേ അഭിപ്രായം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്കും ഈ പറയുന്ന പ്രശ്നത്തിൽ ഇടപെടണം, ഈ പ്രശ്നം തീർക്കണം എന്ന് പറയുന്നത് അവിടുത്തെ മലയോര മേഖലയുടെ എല്ലാ പഞ്ചായത്തുകളുടെയും ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾ ചോദിച്ചാൽ ഇത് തന്നെയായിരിക്കും അഭിപ്രായം. ഈ പറയുന്ന വികാരം തന്നെയായിരിക്കും ഈ പറയുന്ന വനമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടാവുക. അതിന് ശാശ്വതമായ പരിഹാരം അവർക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും. 100% ഉറപ്പാണ്. തീർച്ചയായും. ഡോക്ടർ അരുൺ കൂടിയുണ്ട്. വരാം ബാക്കിയുള്ളൊരു അഭിപ്രായം ഇടവേളയ്ക്ക് ശേഷം. വിരോധം വൈകുന്നു എന്ന ചർച്ച തുടരുകയാണ്. ഡോക്ടർ അരുൺ, എന്താണ് അഭിപ്രായം? സ്മൃതി, അത്യന്തം നിർഭാഗ്യകരമായ കാര്യങ്ങളാണ് കേരളത്തിൽ പ്രത്യേകിച്ച് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. ഇന്നലെയുടെ മരണം നമ്മൾ കേട്ടു. സ്വന്തം പുരയിടത്തിൽ നിൽക്കുമ്പോഴാണ് കാട്ടാനയുടെ കുത്തേറ്റ് മരിക്കുന്നത്. ഇന്ന് നമ്മൾ വനവിഭവം ശേഖരിക്കാൻ പോയ ഒരു ആദിവാസി സ്ത്രീ വത്സയുടെ മരണം കാണുന്നു. അത് ആന ചവിട്ടിക്കൊല്ലുകയാണ്. മറ്റൊരിടത്ത് കക്കയത്ത് ഒരു കാട്ടുപോത്ത് ആക്രമിച്ച് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയാണ് എബ്രഹാം എന്ന് പറയുന്ന കർഷകനെ, അതും സ്വന്തം കൃഷിസ്ഥലത്ത് വെച്ച്. ഇവരുടെയൊക്കെ സ്വഭാവം നോക്കൂ. ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത, അവരവരുടേതായ ആവാസ വ്യവസ്ഥയിൽ ജീവിച്ചു വരുന്ന മനുഷ്യരാണ്. അതിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ വനവിഭവം ശേഖരിക്കാൻ പോകുന്നതും സ്വന്തം കൃഷിയിടത്തിൽ ഒരു കുടിയേറ്റ കർഷകൻ കൃഷി ചെയ്യാൻ പോകുമ്പോഴും സ്വന്തം വീട്ടുപുരയിടത്തിൽ നിൽക്കുന്ന വീട്ടമ്മയ്ക്കുമാണിത് ഏൽക്കേണ്ടി വരുന്നത്. ഇപ്പോൾ വയനാടിൻ്റെയും ഇടുക്കിയുടെയും മാത്രമല്ല, ആലപ്പുഴ ഒഴികെയുള്ള മിക്കവാറും എല്ലാ ജില്ലകളിലും ഈ മലയോര മേഖലയിൽ താമസിക്കുന്നവർ ഒരു ഭീതിയുടെ നിഴലിലാണ് ജീവിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു വന്യമൃഗം തങ്ങളെ പിന്തുടരാമെന്ന ഭീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി ഈ കുടിയേറ്റ കർഷകർ മാറിയിട്ടുണ്ട്. അവരുടെ ദിനചര്യകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അവർ റബ്ബർ വെട്ടാൻ പോകുന്നത് ഇപ്പോൾ 7 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് പൊക്കൊണ്ടിരുന്നത് 7 മണിക്ക് ശേഷം പോകാമെന്ന് വയ്ക്കുന്നു. 7 മണിക്ക് പുല്ലരിയാൻ പോയിരുന്നവർ 8 മണിക്കും 9 മണിക്കും അത് പോകാമെന്ന് വയ്ക്കുന്നു. സ്കൂളിൽ കുട്ടികളെ വൈകി അയക്കുകയും നേരത്തെ തന്നെ എത്തണമെന്നും കുട്ടികളോട് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു വന്യജീവി ഭയത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു. ചെറിയ കണക്കല്ല നമ്മുടെ മുന്നിലുള്ളത്. 120 ഗ്രാമങ്ങളുണ്ട് കേരളത്തിൽ, വനവും നാടുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങൾ. ആ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന 30 ലക്ഷത്തോളം മനുഷ്യർ വന്യജീവി ഭയത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് എന്താണൊരു ബദൽ മാർഗമായി സർക്കാർ ചിന്തിച്ചിട്ടുള്ളത് എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മുടെ വനംവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഒരു സമ്പൂർണ്ണ പരാജയമാണ്. നോക്കൂ, കണക്കുകൾ പോലുമില്ല നമ്മുടെ കയ്യിൽ എന്നുള്ളതാണ്. എത്ര കാട്ടാനകളുണ്ട് നമ്മളുടെ കേരളത്തിൻ്റെ വനാതിർത്തി പ്രദേശത്ത്, എത്ര കടുവകളുണ്ട്, പല കണക്കുകളാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. എങ്ങനെയാണ് ഇതിനെ നേരിടാൻ കഴിയുക? നമുക്ക് എന്താണ് ഒരു വനനയമുള്ളത്? 1972 കേന്ദ്ര വന സംരക്ഷണ നിയമത്തിൻ്റെ പൊളിച്ചെഴുത്തില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ നേരിടാൻ സാധിക്കും? ആ ആക്ട് നിങ്ങൾ ഭേദഗതി വരുത്തണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നിങ്ങൾക്ക് പാർലമെന്റിൽ പ്രസ് ചെയ്യണം, ഇതൊക്കെ വേണ്ടിവരും. പക്ഷേ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്. അതിനെന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം? അതിനുള്ള പ്രശ്നം സാമ്പത്തിക തടസ്സമാണ്. നോക്കൂ, 1 കിലോമീറ്റർ ഒരു കരിങ്കൽ ഭിത്തി നിർമ്മിക്കണമെങ്കിൽ വയനാട്ടിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്, പുൽപ്പള്ളി അടക്കമുള്ള ചില മേഖലകളിൽ കാട്ടാനയുടെ വരവ് തടയാൻ വേണ്ടി. പക്ഷേ ആ പ്രദേശത്ത് 1 കോടി രൂപ നിങ്ങൾക്ക് 1 കിലോമീറ്റർ ഈ കല്ലുകൊണ്ടുള്ള മതിൽ നിർമ്മിക്കാൻ വേണം. അപ്പോൾ ഈ 120 ഗ്രാമങ്ങളിലും നിങ്ങൾക്ക് ഇങ്ങനെ ഈ കരിങ്കല്ല് കൊണ്ടുള്ള ഭിത്തി നിർമ്മിക്കുക സാധ്യമല്ല. ചിലയിടങ്ങളിൽ ആവശ്യം ആനയില്ലാത്ത സ്ഥലങ്ങളിൽ നൈലോൺ വലകളാണ്. ഇപ്പോൾ സുന്ദർബനിലൊക്കെ നമ്മൾ കാണുന്നു, നൈലോൺ വലകൾ കൊണ്ട് കാടിനെയും നാടിനെയും വേർതിരിച്ചിട്ടുണ്ട്. പക്ഷേ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ഇത് പ്രായോഗികമല്ല. എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രീകൃതമായ പ്രതിരോധ സംവിധാനമല്ല നമുക്ക് ആവശ്യം, ഒരു വികേന്ദ്രീകൃതമായ പ്രതിരോധ സംവിധാനം നമുക്ക് ആവശ്യമുണ്ട്. അതിന് നമുക്കൊരു വനനയം രൂപീകരിക്കണം. ആ വനനയം രൂപീകരിക്കുന്നതിന് ആരാണ് താല്പര്യമെടുക്കേണ്ടത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഒപ്പം തന്നെ അതാത് മേഖലകളിലെ വിദഗ്ധരും ചേർന്നിരുന്ന ആണ് ഒരു വനനയം രൂപീകരിക്കേണ്ടത്. ആ വനനയത്തിന്റെ കാര്യത്തിൽ 1972 സ്ഥിതിയല്ല 2024 അന്നെന്തായിരുന്നു? അന്ന് കാട്ടിൽ കയറി ഈ പറയുന്ന മാനിനെ വെടിവെക്കുകയും കടുവയെ വെടിവെക്കുകയും ആനയെ വെടിവെക്കുകയും ചെയ്തതൊക്കെ ഒരു വലിയ ഫാഷനായിരുന്നു, അഭിനയിച്ചിരുന്നൊരു സമൂഹമുണ്ടായിരുന്നു. ആ നിയമം കർക്കശമാക്കിയതോടുകൂടി ഒരു ആനയെ വെടിവെച്ചാൽ 7 വർഷം തടവ് എന്ന് പറയുന്നത് കർക്കശമായി നടപ്പിലാക്കി. അതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? 2000 തുടക്കത്തിൽ 700 കാട്ടാനകൾ ഉണ്ടായിരുന്നത് 2020 എടുക്കുമ്പോഴും 1000 1100 കാട്ടാനകളായിട്ട് മാറുന്നു. പല കണക്കുകളാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞത്, ആ വനസംരക്ഷണ നിയമം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ മൃഗങ്ങൾ കൂടുകയും മനുഷ്യർ ഈ
കാടും നാടും അതിർത്തി തിരിക്കുന്ന പ്രദേശങ്ങളിൽ മലയോര മേഖലകളിൽ ഭീതി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിൽ കാലോചിതമായ ഭേദഗതി വരുത്തണം. നമ്പർ 2, അതില്ലാതെ തന്നെ മജിസ്ട്രേറ്റിന് ഉത്തരവിടാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഭീഷണിയാവുന്ന വന്യമൃഗങ്ങളെ കൊന്നുകളയാനുള്ള CRPC 133 പ്രയോഗിക്കാനുള്ള അധികാരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് വരുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല. ഇതിന് പൊളിച്ചെഴുതാൻ ആവശ്യമായ ഒരു വനനയം നമുക്കുണ്ടാവണം. ആ വനനയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന മൃഗങ്ങളെ കർഷകർക്ക് വെടിവെച്ച് കൊല്ലാം. നമ്മളുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വൈവിധ്യമുള്ളൊരു ഭൂപടത്തിൽ, ഇപ്പോൾ ആസാമിലാണെങ്കിലും അരുണാചൽ പ്രദേശിലാണെങ്കിലും ഇത്തരം വന്യമൃഗങ്ങളുടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട്. അവർക്കെതിരെയാണ് ഈ 1972 ആക്ട് പല ഘട്ടങ്ങളിലും പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മാൻ ധാരാളം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കൃഷിയിടങ്ങൾ നശിക്കും. അപ്പോൾ പ്രായോഗികം ആ മേഖലയിലെ ആളുകൾക്ക് മാനിനെ വെടിവെച്ച് കൊല്ലാനും ഈ പറയുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനും മുള്ളൻ പന്നിയെ വെടിവെച്ച് കൊള്ളാനുമുള്ള അവകാശം നൽകണം. ഇത് ഞാൻ പറയുന്നതല്ല, മാധവ് ഗാഡ്ഗിൽ തന്നെ പറയുന്നതാണ്. അങ്ങനെ മാത്രമേ ആ പ്രദേശത്ത് അതിനൊരു വികേന്ദ്രീകൃത പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കൂ. അവിടെ നിന്നുമുള്ള വിഭവങ്ങൾ കണ്ടെത്തി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വികേന്ദ്രീകൃത പ്രതിരോധ സംവിധാനവും വികേന്ദ്രീകൃത വിഭവ സമാഹരണവും ഒരുക്കണം. കാരണം സ്മൃതി, ഇത്തരത്തിൽ കേരളത്തിലെ ഈ 120 മേഖലകളിൽ, അവിടെ മാത്രമല്ല കേട്ടോ, 750ഓളം ആദിവാസി സെറ്റിൽമെന്റുകളിൽ ജീവിക്കുന്ന 1 ലക്ഷത്തോളം ആദിവാസി വിഭാഗങ്ങളുണ്ട്. വന്യമൃഗങ്ങളുടെ കടുത്ത ഭീതിയിൽ ജീവിക്കുന്ന ആളുകൾ 5 ലക്ഷത്തോളം ആദിവാസികളല്ലാത്ത മറ്റു വിഭാഗങ്ങളുണ്ട് മലയോര മേഖലയിൽ ജീവിക്കുന്നവർ. അപ്പോൾ ഇവർക്ക് സംരക്ഷണം ഒരുക്കാൻ ശരാശരി എങ്ങനെ കണക്ക് കൂട്ടിയാലും 1000 മുതൽ 2000 കോടിയുടെ വരെ ചെലവ് വരുമെന്നിരിക്കെ സംസ്ഥാന സർക്കാർ അതിന് നീക്കിവെച്ചിരിക്കുന്ന തുക എത്രയാണെന്നറിയാമോ? 42 ലക്ഷം രൂപയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒന്നും സാധ്യമാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു മുൻകൈ എടുക്കേണ്ട വനംവകുപ്പ്, ഇതിന് മുൻകൈ എടുക്കേണ്ട സർക്കാർ അതിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിർഭാഗ്യവശാൽ എനിക്ക് ആ വാക്ക് ഒരിക്കൽ കൂടി ഉപയോഗിക്കേണ്ടി വരും. മയക്കുവെടിയേറ്റിരിക്കുന്ന ഒരു വനംവകുപ്പ് മന്ത്രിയെ ഇനി നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എനിക്കറിയാം ക്രൂരമാണ് ആ വിമർശനമെന്ന്, പക്ഷേ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിലൊരു വനനയം വരണം, അടിയന്തരമായിട്ട് ഇടപെടണം. ഈ സമൂഹങ്ങളുടെ ഇവരുടെ ഒപ്പം കൂടിച്ചേർന്നിരുന്നു കൊണ്ട് ഇതിനൊരു ഈ നിയമത്തെ മാറ്റി എഴുതുന്ന രീതിയിലുള്ളൊരു വനനയം നമ്മൾ ഉണ്ടാക്കിയേ മതിയാവൂ. ഇല്ലെങ്കിൽ നാളെയും മറ്റന്നാളും ഒക്കെ ഈ വാർത്തകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. നിരന്തരം വന്യജീവി ഭീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹം എന്നുള്ളത് അത്ര ആശാസ്യകരമായ ഒന്നല്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാൻ കഴിയൂ. പ്രതിരോധം വൈകുന്നു എന്ന് മാത്രമല്ല, ഒരു പ്രതിരോധവുമില്ല ഈ സർക്കാരിൻ്റെ കയ്യിൽ എന്നുള്ളതാണ്. 10 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുന്നതോ 10 RRT ഉദ്യോഗസ്ഥരെ ആ സ്ഥലത്തേക്ക് നിയമിക്കുന്നതോ അല്ല ഇതിൻ്റെ ശാശ്വത പരിഹാരമായി ഞാൻ മനസ്സിലാക്കുന്നത്. സ്മൃതി. ശരി, MV നികേഷ്. സ്മൃതി, ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നലത്തെ ദിവസവും ഇന്നത്തെ ദിവസവും വളരെ സുപ്രധാനമായ കുറേയധികം പാഠങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ പരിസ്ഥിതി പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് മരോട്ടിക്ക ശേഖരിക്കാൻ പോയ തൃശ്ശൂർ പെരിങ്ങൽകുത്തിലെ വാച്ചുമരം കോളനിയിലെ ആദിവാസി മൂപ്പൻ്റെ ഭാര്യ വത്സലയെ മഞ്ഞക്കൊമ്പൻ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു കൊല്ലുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ആദിവാസി മൂപ്പൻ്റെ അവരുടെ കുടുംബത്തിൻ്റെ ഒരു ജീവിതം കഴിഞ്ഞു പോകുന്നത് ഇത്തരം കാര്യങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. അവരുടെ ഒരു സാധാരണ ജീവിതത്തിൽ സംഭവിച്ച ഒരു അസാധാരണ കാര്യം എന്ന നിലയിൽ ഇത് പക്ഷേ വനത്തിനുള്ളിൽ വെച്ചാണ് വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള അവരുടെ നിയമപരമായിട്ടുള്ള അവകാശം. ആ നിയമപരമായ അവകാശത്തിലാണ് ഇന്നിപ്പോൾ വലിയ ദുരന്തം വന്നിട്ടുള്ളത്. കക്കയത്ത് ഒരു കാട്ടുപോത്ത്. ഈ കാട്ടുപോത്തിൻ്റെ കാര്യത്തിനകത്ത് പക്ഷേ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ 2 മാസമായി ഈ കാട്ടുപോത്ത് സമീപ പ്രദേശങ്ങളിലുണ്ട്. ഈ കാട്ടുപോത്തിനെതിരെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാമൂലം പരാതി നൽകിയിരുന്നു. പക്ഷേ രേഖാമൂലമായും പരാതി നൽകിയപ്പോഴും അതിനകത്ത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഒരു റേഞ്ചർ എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് അവിടെ വന്നത്. ആ റേഞ്ചർ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ചെയ്യാൻ കഴിയുന്ന ഒരു നിയമപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ വിരട്ടി ഓടിക്കുക കാട്ടിലേക്ക്. അപ്പോൾ ഈ കാട്ടുപോത്ത് എത്തിയിരിക്കുന്നത് 12 കിലോമീറ്റർ അകലെയാണ്, കാട്ടിൽ നിന്നും 12 കിലോമീറ്റർ അകലെ. അങ്ങനെ 12 കിലോമീറ്റർ അകലെ വന്ന് നിൽക്കുന്ന കാട്ടുപോത്തിനെ വിരട്ടി ഓടിച്ചാൽ അത് കാട് ലക്ഷ്യമാക്കി ഓടും എന്ന് കരുതുന്ന ഒരു വന നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ്. ഇത് വളരെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഈ പറയുന്ന വന്യജീവി ആക്രമണത്തിൽ മരിച്ച ഈ കക്കയത്തെ പാലാട്ടിൽ അബ്രഹാം എന്നയാളുടെ മരണം എന്ന് പറയുന്നത് ഒരു രക്തസാക്ഷിത്വം തന്നെയാണ് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. ഏതായാലും ഇതൊരു അലംഭാവമെന്നോ അല്ലെങ്കിൽ പ്രതിരോധം വൈകുന്നോ എന്ന ചോദ്യത്തിൻ്റെയോ അപ്പുറത്തേക്ക് ഇത് നേരത്തെ ഡോക്ടർ അരുണും ശ്രീ ആൻഡ്രൂ അഗസ്റ്റിനും ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വനംവകുപ്പിൻ്റെ സമ്പൂർണ്ണ പരാജയമാണ്. യഥാർത്ഥത്തിൽ
ഇത് വനം വകുപ്പിന് മാത്രമായി ഈ വിഷയം വിട്ടുകൊടുക്കുന്നതിലാണ് ഇനിയുള്ള ചോദ്യം വരേണ്ടത്. യഥാർത്ഥത്തിൽ ഈ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന വനം വകുപ്പിൻ്റെ ഉത്തരവാദിത്തം, അവർ പറയുന്ന ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ആ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വ്യാഖ്യാനത്തിൽ രാജ്യം ഉണ്ടാകും, സംസ്ഥാനം ഉണ്ടാകും, നമ്മൾ ജനങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമായി ഇത് മാറിയിരിക്കുകയാണ്. ഇത് ഇപ്പോൾ വനം മന്ത്രി പരാജയമാണ് അല്ലെങ്കിൽ മയക്കുവെടിയേറ്റ പോലെ എന്നൊക്കെ പറഞ്ഞിനി നമ്മൾ വീണ്ടും അതിനകത്തേക്ക് തിരികെ പോകേണ്ടതില്ല. അത് പരാജയമാണെന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് ഓരോ മണിക്കൂറിലും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് വേറെ ചോദ്യങ്ങളില്ല അല്ലെങ്കിൽ ഇനി അക്കാര്യത്തിലൊരു നിരീക്ഷണമില്ല. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഈ വിഷയത്തിൽ ഇടപെടാത്തത് എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം. ഈ സ്റ്റേറ്റിൻ്റെ ഒരു ബ്രാഞ്ച് മാത്രമാണ് വനം വകുപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വനം നിയമം ഇത്രയധികം കർക്കശമാക്കിയിട്ടുള്ളത്? നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 1972 നിയമം, 1972 നിയമം കഴിഞ്ഞതിന് ശേഷമാണ് വന്യജീവികൾക്ക് ഇത്രയധികം പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുള്ളത്. ആ പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്ര കാലം കഴിഞ്ഞിരിക്കുന്നു? ഇപ്പോൾ 50 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ 50 വർഷം പിന്നിടുമ്പോൾ ഈ രാജ്യത്തെ ആ നിയമം ഉറച്ചുപോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈൽഡ് ആനിമൽ എന്ന് പറയുന്നത് ഒരു നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത എന്തോ വലിയ അന്യ ഭൂഗോളത്തിൽ നിന്ന് വരുന്ന അന്യ ഗൃഹജീവി പോലെ നമ്മൾ അതിൽ നിന്ന് പ്രതിരോധിക്കാൻ കഴിയാതെ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിന് പ്രത്യേകിച്ച് ഇപ്പോൾ ശാസ്ത്ര നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായി കഠിന താപമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വനമേഖലയിൽ ഇപ്പോൾ വെള്ളമില്ല, ഭക്ഷണമില്ല. അതുകൊണ്ടാണ് കൂട്ടത്തോടു കൂടി ഈ പറയുന്ന വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. സാധാരണഗതിയിൽ മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ സമതുലിതാവസ്ഥയ്ക്ക് വേണ്ടി നമ്മുടെ ജനസംഖ്യ കൂടുന്നു. അതിനനുസരിച്ചുള്ള ധാന്യവിഭവങ്ങൾ നമ്മുടെ കയ്യിലില്ല എങ്കിൽ, ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മളെന്താണ് അത് ക്രമീകരിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കും. നോക്കൂ, ഈ വൈൽഡ് ലൈഫ് ഇത്രയധികം വർദ്ധിക്കുന്നു എന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് 1972 ശേഷം വലിയ നിലയിൽ ഈ പറയുന്ന വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പരിഷ്കൃത രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം, അതാണ് നേരത്തെ ഡോക്ടർ അരുൺ അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മാധവ് ഗാഡ്ഗിലിൻ്റെ കഴിഞ്ഞ അഭിമുഖമാണ്. ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ തന്നെ ഈ മേഖലയിലേക്ക് കടന്നു കയറി എന്താണ് അതിൻ്റെ പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ വിഷയത്തിൻ്റെ ഒരു ഗൗരവം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ അതിൻ്റെ ബ്രീഫ് ഒന്ന് വായിക്കാം. കാടിനുള്ളിൽ വന്യജീവികളുടെ എണ്ണത്തിൽ വർധനവ് നിയന്ത്രണ വിധേയമാക്കണം. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ഗുരുതരമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആനയാണല്ലോ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ശത്രുവായി മാറിയിരിക്കുന്നത്. ആനവേട്ട പൂർണ്ണമായും നിലച്ചാൽ അവയുടെ സംഖ്യ സ്ഫോടനാത്മകമാകും. കാടിറങ്ങുന്ന ആനകളെ, കടുവകളെ റേഡിയോ കോളർ ഉപയോഗിച്ച് നിയന്ത്രിക്കാം, നിരീക്ഷിക്കാം എന്നാണ് വനം വകുപ്പ് കരുതുന്നത്. ഈ രീതി ഉപേക്ഷിച്ച് പുതിയ രീതി വേണം എന്നാണ് ഗാഡ്ഗിൽ പറയുന്നത്. മനുഷ്യന് ഉപദ്രവമാകുന്ന വന്യജീവികളെ വെടിവെക്കാനുള്ള വന്യജീവി നിയമത്തിലെ 11(2) വകുപ്പ് പ്രകാരം വനം വകുപ്പിന് അതിന് അനുവാദമുണ്ടെങ്കിലും ഈ വകുപ്പ് പ്രാവർത്തികമാക്കുന്നതിലും അതിനുവേണ്ട ഉദ്യോഗസ്ഥനെ വയനാട്ടിൽ നിയമിക്കുന്നതിലും സർക്കാർ മടിക്കുകയാണെങ്കിൽ ജനം വനത്തിനും പരിസ്ഥിതിക്കുമെതിരായി മാറും എന്ന സുപ്രധാനമായ നിരീക്ഷണത്തിലാണ് പ്രൊഫസർ ഗാഡ്ഗിൽ എത്തിയിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വയനാട്ടിലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മലയോര മേഖലയോ ജനങ്ങൾ നേരത്തെ തന്നെ വനം വകുപ്പിനും എതിരായി, ഇപ്പോൾ പരിസ്ഥിതിക്കും എതിരാണ്. പരിസ്ഥിതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. എല്ലാവർക്കും ഒരു പരിസ്ഥിതി അവബോധം ഉണ്ടാകേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ പരിസ്ഥിതിക്കെതിരാകുന്നു സാധാരണക്കാരായിട്ടുള്ള കർഷകരായിട്ടുള്ള ജനങ്ങൾ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത കാലം വരെ തുകൽ ഉൽപ്പന്നങ്ങൾക്ക്, അതാണ് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചത്, തുകൽ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി നാഗാലാൻഡിൽ ആനയെ വേട്ടയാടിയിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോഴും ആനയെ വേട്ടയാടുന്നുണ്ട്. മനുഷ്യൻ്റെ 3 ലക്ഷം കൊല്ലത്തെ ചരിത്രത്തിൽ പ്രധാന ഭക്ഷണ ഇര ആനയായിരുന്നു. കാട്ടുപന്നികളെ വേട്ടയാടി അവയുടെ മാംസം കഴിക്കാൻ കോൺഗ്രസ് MLA ജ്ഞാനേന്ദ്ര കർണാടക നിയമസഭയിൽ ആവശ്യപ്പെട്ട കാര്യം ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു പ്രൊഫസർ ഗാഡ്ഗിൽ. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഒരു കൂലങ്കഷമായ മാറ്റം ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചെവി കൊടുക്കേണ്ട ഒരു ശബ്ദമാണ് മാധവ്
മാധവ് ഗാഡ്ഗിലിൻ്റേത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ചൂട് കാട്ടിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വന്യമൃഗങ്ങൾ കൂട്ടമായി നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ കൂട്ടമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം അത് വെള്ളവും ഭക്ഷണവും തേടി വരുമ്പോൾ കാണുന്ന മനുഷ്യനെ മുഴുവൻ അത് ഉപദ്രവിക്കും. കാരണം അത് വൈൽഡ് ആനിമലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നാളെ ജനങ്ങൾ നേരത്തെ മാധവ് ഗാഡ്ഗിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കാടിന് തീവെക്കുന്ന സംഭവം മുൻകാലങ്ങളിൽ കർണാടകത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മനുഷ്യർ പോയി കാടിന് തീവെക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാതെ വിധത്തിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് ജനങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് കാണാനുള്ള, തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടാകേണ്ടത് സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റ് ആ ഉത്തരവാദിത്തം കാണിച്ചില്ല എങ്കിൽ മനുഷ്യൻ നിയന്ത്രണാതീതമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. നോക്കൂ, ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ വളരെ നമ്മുടെ മുന്നിൽ കണക്കുകളില്ല. പലപ്പോഴും പറയുന്ന കണക്കുകളുമായി യഥാർത്ഥ കണക്കുകൾ ഒരു ബന്ധവുമില്ല എന്നുള്ള സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ വയനാട്ടിലെ കടുവകളെക്കുറിച്ച് നമ്മൾ കടുവ ചർച്ച ചെയ്ത ദിവസം പറയുമായിരുന്നു. 87 കടുവയാണ് ഉള്ളത് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷേ അതിൻ്റെ 3-4 ഇരട്ടിയാണ് അവിടുത്തെ കടുവകളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. വനം വകുപ്പ് എന്ത് ചെയ്യുന്നു? ഇത് ജനങ്ങൾ പ്രകോപിതരാകാതിരിക്കാൻ വേണ്ടി, ജനങ്ങൾ അസ്വസ്ഥരാകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ കണക്ക് കുറച്ച് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ കണക്കെടുപ്പ് വേണം. അതിനെ ക്രമീകരിക്കാൻ എന്ത് മാർഗം എന്നാലോചിക്കണം. അതുപോലെ തന്നെ ഇതിന് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി മനുഷ്യനെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറയണം. ഇതിനൊരു കമ്മീഷനാണ്. നമ്മളിപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ കാര്യത്തിനകത്ത് മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ വെച്ചതുപോലെ തന്നെ നമുക്കിതിനൊരു കമ്മീഷൻ വേണം. അതിനകത്ത് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ വേണം, വന്യമൃഗ എക്സ്പെർട്ടുകൾ വേണം, ജനപ്രതിനിധികൾ വേണം, സാധാരണക്കാരായിട്ടുള്ള മലയോര കർഷകർ വേണം. അവരുടെയൊക്കെ ഉള്ള ഒരു കമ്മീഷൻ ഉണ്ടാവുകയും ഇക്കാര്യത്തിലൊരു വ്യക്തമായ രൂപം സർക്കാരിനുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ജനങ്ങളെ സമാധാനിപ്പിക്കാനുള്ള ഏക പോംവഴി എന്ന് പ്രാഥമികമായി പറയും. ശരി, പ്രതിരോധം വൈകുന്നു എന്ന ചോദ്യത്തിന് പ്രതിരോധം വൈകി എന്ന് മാത്രമല്ല, ഈ കാര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിൽ പോലും വളരെ ഇൻസെൻസിറ്റീവായ പ്രതികരണം വനം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്ന് പോലും ഈ കാട്ടുപോത്ത് കുത്തി ഒരാൾ കക്കയത്ത് കൊല്ലപ്പെടുമ്പോൾ, എബ്രഹാം ഇന്ന് മരിക്കുമ്പോൾ, കാട്ടുപോത്ത് കൊന്നിട്ടുള്ള സംഭവം സാധാരണമല്ലല്ലോ എന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ കാട്ടുപോത്ത് കുത്തുകയും മരിക്കുകയും ചെയ്ത ശേഷമാണ് ഈ പ്രതികരണം വരുന്നത്. അപ്പോൾ അങ്ങനെയാണോ ഈ വിഷയത്തെ കാണേണ്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നു. വനമന്ത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങളോട് തന്നെ ഞാൻ യോജിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ഏറ്റവും ഒടുവിൽ തീരുമാനം വന്നിരിക്കുന്നു. ഈ കക്കയത്ത് ആളെ കൊന്ന കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. ആ തീരുമാനം ഇപ്പോഴുണ്ടാകുന്നു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വന്യമൃഗങ്ങളെ ജനവാസ കേന്ദ്രങ്ങളിൽ കണ്ടാൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കണമെന്ന നിർദ്ദേശം ആ നമ്പർ അടക്കം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് നേരത്തെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ? ഇത് നേരത്തെ എന്ന് വെച്ചാൽ നേരത്തെ മരണങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നോക്കൂ, ഈ ഇന്ദിര മരിച്ച ഘട്ടത്തിൽ ഈ പറയുന്ന അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നത് പല തവണയായി അവിടെ ഒരു കാട്ടാന പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പേടിപ്പിച്ച് വിട്ടാൽ മതിയെന്ന് നാട്ടുകാരോട് പറയുകയാണ്. അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ പറയുന്നു വാഹനമില്ല എന്ന് പറയുന്നു, ചില ഘട്ടങ്ങളിൽ പറയുന്നു വാഹനത്തിന് അടിക്കാൻ ഡീസൽ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ വനം വകുപ്പിന് യഥാർത്ഥത്തിൽ ഏത് രൂപത്തിലാണ് വനം വകുപ്പ് പ്രവർത്തിക്കുന്നത്? ഉദ്യോഗസ്ഥരുടെ ക്ഷാമമുണ്ടോ, ജീവനക്കാരുടെ ക്ഷാമമുണ്ടോ എന്ന വിഷയം കൂടി അവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ജനങ്ങൾക്ക് കിട്ടുന്ന മറുപടി. ഇന്നിപ്പോൾ 8 മണിക്ക് ആ വിഷയമാണല്ലോ ചർച്ച ചെയ്തത്. നമ്മുടെ ചർച്ചയ്ക്ക് ഇന്ദിരയുടെ അയൽവാസി രാജി ഇരിക്കുന്നുണ്ടായിരുന്നു. രാജി ഇരിക്കുന്നതിൻ്റെ 200 വാര അകലെ 16 ആനകൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റുന്നില്ല, അവിടെ ആനകൾ നിലയുറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അത്രത്തോളം ആശങ്കയിലും ഭീഷണിയുമാണ്. നേരത്തെ ഡോക്ടർ അരുൺ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ആളുകളുടെ സമയക്രമമൊക്കെ മാറ്റിയിരിക്കുന്നു. പുറത്തേക്ക് പോകുന്ന സമയം പുലർച്ചെ പോകുന്നില്ല, രാത്രി പോകുന്നില്ല. അങ്ങനെയല്ല, ഇന്നലെ രാവിലെ 9 മണിക്കാണ് ഇന്ദിര ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനൊന്നും സമയമൊന്നുമില്ല, ഏത് സമയവും ആക്രമിക്കപ്പെടാമെന്നുള്ളൊരു സാഹചര്യം നിൽക്കുന്നു. പിന്നെ എങ്ങനെയുള്ളവരാണ് ഇതിനൊക്കെ ഇരയാകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ. ഇന്നിപ്പോൾ മരിച്ച എബ്രഹാം പരമദരിദ്രനാണ്. അവർ താമസിച്ചിരുന്നത് ഒരു വനത്തോടടുത്ത് നിൽക്കുന്ന പ്രദേശത്തായിരുന്നു. അവിടെ ഈ ബുദ്ധിമുട്ട് കാരണം അവിടെ നിന്ന് മാറി പള്ളി പണിത് കൊടുത്തൊരു വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. പക്ഷേ കൃഷിയുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തേക്ക് പോകണം. അങ്ങനെ പോയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഇത് നോക്കി നിൽക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ നോക്കി നിൽക്കുമ്പോൾ മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒന്ന് സംഭവിച്ചിരിക്കുന്നത് ആദിവാസി ഊരിൽ നിന്നുള്ള ദമ്പതികൾ 2 പേരും ഒരുമിച്ച് പോകുമ്പോഴാണ് ഭാര്യ കൊല്ലപ്പെടുന്നത്, ഭർത്താവ് കാണുകയാണ്. ഇതൊക്കെ ഇവർ കൃഷിയിടത്തിൽ പണിയെടുക്കുമ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ എന്താണ് ഇതിനകത്ത് ചെയ്യുന്നത്? നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ മാതൃകാപരമായ പദ്ധതികളുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. ഇന്ന് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നത് അവിടെയും ഈ തരത്തിലുള്ള കാട്ടാന ശല്യം ഉണ്ടായ ഘട്ടത്തിൽ അവിടെ കാട്ടാനയ്ക്ക് കുടിക്കാൻ തടാകം ഉണ്ടാക്കി കൊടുക്കുകയും
ഫെൻസിങ് സംവിധാനം നടപ്പാക്കുകയും ചെയ്തു. ഏത് രൂപത്തിലുള്ള ഫെൻസിങ് വേണമെന്നൊക്കെ ഇപ്പോൾ പല സ്ഥലത്തും പല രൂപത്തിലായിരിക്കും വേണ്ടത്. നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള സാഹചര്യം നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ആക്രമിക്കുന്ന കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നിലവിൽ തന്നെ നിയമമുണ്ട്. അതാണ് ഗാഡ്ഗിൽ ആവർത്തിച്ച് പറയുന്നത്. വെടിവെച്ച് കൊല്ലാൻ നിയമമുണ്ട്. പക്ഷേ അത് പ്രയോഗിക്കാൻ ഇവിടെ ഭയപ്പെടുകയാണ്. അല്ലെങ്കിൽ അതിന് പിന്നാലെ ഉണ്ടാകുന്ന നിയമ പോരാട്ടങ്ങൾ അതിൽ നിന്ന് പിന്നാക്കം ഇവരെ നീക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ജീവിക്കാനാകാത്ത, പുറത്തിറങ്ങാൻ പറ്റാത്ത, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത വല്ലാത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുമില്ല. ഇന്നിപ്പോൾ അതുകൂടിയാണ് എബ്രഹാമിൻ്റെ കുടുംബം ചൂണ്ടിക്കാണിച്ചത്. അവിടെ നിന്ന് ആ ഭാഗത്തുനിന്നും ആശുപത്രിയിലേക്ക് പോകാനൊക്കെ വളരെ വൈകുന്നുണ്ട്. അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ വയനാട്ടിൽ നമ്മളത് അന്ന് ചർച്ച ചെയ്താണ്, ആശുപത്രി സൗകര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ മലയോര മേഖലയുടെ ഒരു പൊതു പ്രശ്നമായി കണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ സ്റ്റേറ്റിൻ്റെ പൊതുവായ വിഷയമാണ്. ഇത് വനം വകുപ്പ് മാത്രം പരിഹരിക്കേണ്ട ഒരു വിഷയമായിട്ടല്ല കാണേണ്ടത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം അത് സർക്കാർ ചെയ്യാൻ വൈകും തോറും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഏതൊക്കെ രൂപത്തിൽ ഇവർ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബാലകൃഷ്ണൻ, ഇപ്പോൾ പ്രതിരോധം വൈകിയോ എന്ന ചോദ്യത്തിന് പ്രതിരോധം വൈകിയെന്ന് മാത്രമല്ല വൈകിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് എൻ്റെ മറുപടി. ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4ാമത്തെ തവണയാണ് മീറ്റ് ദി എഡിറ്റേഴ്സ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്? ഇത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വിഷയം ആവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം, ഈ പ്രശ്നം ആവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഈ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധ ഉണരും വരെ ഉയർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ശരിയായ മാധ്യമധർമ്മം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ആവർത്തിച്ച് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആൻഡോ സാറും ഡോക്ടർ അരുണും പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും സൂചിപ്പിച്ചു. ഈ ലൊക്കേഷൻ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ അജീഷ് മരിക്കുന്ന അയാളുടെ വീട്ടിൻ്റെ മുറ്റത്താണ്, അല്ലേ? അതേപോലെ പോൾ മരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലാണ്. മൂന്നാറിൽ സുരേഷ് കുമാർ മരിക്കുന്നത് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്നലെ ഇന്ദിര എന്ന് പറയുന്ന വയോധിക മരിക്കുന്നത് അവരുടെ സ്വന്തം കൃഷിയിടത്തിലാണ്. ഇപ്പോൾ ഞാനൊരു കണക്ക് പരിശോധിച്ചപ്പോൾ 2018 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ 22 കാട്ടാന ആക്രമണം കൊലപാതകമാണ് ഇടുക്കിയിൽ മാത്രം നടന്നിട്ടുള്ളത്. അപ്പോൾ എത്ര ഭീകരമാണ് സിറ്റുവേഷൻ. ഇപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരികയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുമ്പം ഈ പറയുന്ന 2024 ഈ പറയുന്ന 3ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടേ ഉള്ളൂ 9 മരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു വന്യജീവി ആക്രമണത്തിൽ. അതിൽ 8 കാട്ടാന ആക്രമണമാണ്, 1 മാത്രമാണ് കാട്ടുപോത്ത് ആക്രമണം. അതിലൊരു മരണം മാത്രമാണ്, ഇന്ന് തൃശ്ശൂരിലെ ഒരു മരണം മാത്രമാണ് വനത്തിനുള്ളിലേക്ക് പോയപ്പോൾ സംഭവിച്ചത്. ബാക്കിയെല്ലാം ജനവാസ മേഖലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻ വളരെ ഗ്രേവായി വരുന്നു എന്ന് മാത്രമല്ല, നമ്മളിത് മുന്നോട്ട് പോകുമ്പോൾ ഇത് കൂടി വരാനാണ് സാധ്യത. ആ സാഹചര്യത്തിൽ ഒരു സർക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോൾ നോക്കൂ, ഈ മൂന്നാറിലെ സുരേഷ് കുമാറിൻ്റെ മരണത്തിന് ശേഷം പല കാര്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു. വലിയ ലൈറ്റുകൾ സ്ഥാപിക്കും എന്ന് പറഞ്ഞു, വലിയ കിടങ്ങുകൾ കുഴിക്കും എന്ന് പറഞ്ഞു, ഡ്രോണുകൾ കൊണ്ട് നിരീക്ഷണം നടത്തും എന്ന് പറഞ്ഞു, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസിനെയും കൂടി ചേർത്തുകൊണ്ട് ഒരു സേനയെ രൂപീകരിക്കും എന്ന് പറഞ്ഞു, സൗരോർജ്ജ വേലി കെട്ടും എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ ചെയ്യാവുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ എന്ത് ഇനിഷ്യേറ്റീവാണ് ഈ കാര്യത്തിൽ നടക്കുന്നത്? ഒരു കാര്യവും നടക്കുന്നില്ല. 5 മരണമുണ്ടായത് ഇടുക്കിയിൽ മാത്രമാണ്. ഈ പറയുന്ന 5 മരണം സംഭവിച്ചിരിക്കുന്നത്. 2 മരണമേ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് മാത്രമല്ല, ഇപ്പം നമ്മളുടെ ഒരു സമീപനം എങ്ങനെയാണ് എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ നവകേരള സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചു. എന്താണ്? സർക്കാരിനൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനുണ്ടാവുക എന്ന് തന്നെയാണ് അർത്ഥം. ആ സാമ്പത്തിക പ്രതിസന്ധിയെ വിശദീകരിക്കാൻ ഒരു മന്ത്രിസഭ, കേരളത്തിൻ്റെ എൻറ്റയർ ക്യാബിനറ്റ് എല്ലാ മണ്ഡലങ്ങളിലേക്കും യാത്ര ചെയ്തു. അതാണല്ലോ നമ്മൾ അവസാനം കണ്ടൊരു കാര്യം. ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് സ്റ്റേറ്റ് ഒരു യാത്ര ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു മന്ത്രിസഭ മുഴുവൻ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. വളരെ പെട്ടെന്ന് ഓരോ സംസ്ഥാനങ്ങൾ നോക്കിയാൽ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഒരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാവും. അവർ വളരെ പെട്ടെന്ന് അവിടെ എത്തും. അവിടെ ജില്ലാ കളക്ടർ മുതൽ തഹസിൽദാർ വരെയുള്ള ഉദ്യോഗസ്ഥരെ വിളിക്കും, പോലീസുകാരെ വിളിക്കും, ജനപ്രതിനിധികളെ വിളിക്കും. അങ്ങനെ ആ അന്തരീക്ഷത്തെ വിജിലൻ്റ് ആക്കും. എന്നിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നു എന്ന് സർക്കാർ ആക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിനൊരു റിയാക്ഷൻ ഉണ്ടാവും. ആളുകൾ വളരെ അലേർട്ടാവും. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം മാത്രമല്ല, ഇപ്പോൾ പുൽപ്പള്ളിയിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു 2 മന്ത്രിമാർ അവിടെ പോയത് തന്നെ. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ളൊരു ഇനാക്ഷൻ വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ സമരമായിട്ട് ഏറ്റെടുക്കും. അതിനെ കുറ്റം വരുത്തിയിട്ട് കാര്യമില്ല. കാരണം എല്ലാ രാഷ്ട്രീയ സമരങ്ങൾക്കും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരിനെ പിന്നെ അതിൻ്റെ പ്രതിച്ഛായയെ മോശമാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ കോസ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ, ഒരു പാർട്ടി സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അധികാരത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇല്ലാതാക്കുക, അവരുടെ കഴിവുകേട് വിളിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതിലൂടെ ജയിച്ചു വരിക, അധികാരം പിടിക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കോസ് എന്താണ്?
ആ കോസ് എന്ന് പറയുന്നത് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. വിലക്കയറ്റം മാത്രമല്ല, അഴിമതിയുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ ബാർക്കോഴയിൽ എന്തിനാണ് വലിയ സമരങ്ങൾ നമ്മൾ നടത്തിയത്? ബാർക്കോഴയിൽ സമരം നടത്തുമ്പോൾ CPM ഇടതുപക്ഷത്തിനും ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നേ. അത് ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇല്ലാതാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് ആ രാഷ്ട്രീയ ലക്ഷ്യം. അവിടെ നിൽക്കുമ്പോഴും അഴിമതി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. അത് സോളാറിൻ്റെ കാര്യത്തിലുമുണ്ട്. ആ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ സമരം നടത്തുമ്പോൾ അതിൻ്റെ ശരിതെറ്റുകൾ ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ആ കോസിനെ നമ്മൾ കാണണം. അതൊരു ജനകീയ പ്രശ്നമാണ്. അതിനോട് ആക്ട് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇതിനകത്തൊരു സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഞാനിപ്പം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അത് ഞാനൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. ആദിവാസികളോടുള്ള നമ്മുടെ സമീപനം, തോട്ടം തൊഴിലാളികളോടുള്ള നമ്മുടെ സമീപനം, മത്സ്യത്തൊഴിലാളികളോടുള്ള നമ്മുടെ സമീപനം, എന്താണ് നമ്മുടെ സമീപനം? ഇപ്പം മുതലപ്പുഴയിൽ കഴിഞ്ഞ വർഷം നമ്മളിരുന്ന് തന്നെ ചർച്ച ചെയ്താണല്ലോ 4 മരണം ഉണ്ടായത്. എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത്? എന്ത് ആക്റ്റാണ്? മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? എറണാകുളത്താണ് ഈ 8 പേര് മരിക്കുന്നതെന്ന് വിചാരിക്കുക, തിരുവനന്തപുരത്താണ് മരിക്കുന്നതെന്ന് വിചാരിക്കുക, കോഴിക്കോടാണ് മരിക്കുന്നതെന്ന് വിചാരിക്കുക, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ജില്ലയിലാണ് മരിക്കുന്നതെന്ന് വിചാരിക്കുക. എൻറ്റയർ സിസ്റ്റം അലേർട്ടാകും, വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഈ മേഖലകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളോട് ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക്, അത് ഞാൻ ഒരു പക്ഷത്തെ മാത്രമല്ല പറയുന്നത്, ഭരിക്കുന്ന ഏത് പക്ഷത്തിനും ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു അലീനേഷൻ ഉണ്ട്. ആ വിഭാഗം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അവരുടെ കാര്യത്തിൽ നമ്മുടെ ഒരു സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കുസാറ്റിൽ 4 കുട്ടികൾ മരിച്ചു. കുസാറ്റിൽ 4 കുട്ടികൾ മരിച്ചപ്പോൾ നവകേരള സദസ്സ് നിർത്തിവെച്ചു. എന്നിട്ട് 3 മന്ത്രിമാർ വന്നു. പി രാജീവ് വന്നു, വീണ ജോർജ് വന്നു, ആർ ബിന്ദു വന്നു. വളരെ പെട്ടെന്നാണ് ആ സ്ഥലത്തേക്ക് എത്തുന്നത്. അതേസമയം പെട്ടിമുടിയിൽ നടക്കുന്നു മരണം. നമ്മൾ കോഴിക്കോട് വിമാന ദുരന്തം നടന്നതും പെട്ടിമുടി ദുരന്തം നടന്നതും ഒരേ വർഷമാണ്, ഒരേ സമയത്ത്, അടുത്തടുത്താണ്. നമ്മൾ എത്ര പെട്ടെന്ന് ഈ വിമാന ദുരന്തത്തോട് റിയാക്ട് ചെയ്തു. അതേസമയം പെട്ടിമുടിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരേ ഹെലികോപ്റ്ററിൽ വന്നാണ് ഇറങ്ങിയത്. അവിടെ ആ പ്രശ്നം വരിക 66 പേരാണ് മരിച്ചത് പെട്ടിമുടിയിൽ. ഇന്ന് വരെ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇതൊരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഞാനിതൊരു സോഷ്യൽ ഇഷ്യൂ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് ഒരു പ്രതിരോധവും സർക്കാർ തീർത്തിട്ടില്ലെന്ന് മാത്രമല്ല, പ്രതിരോധത്തിനുള്ള തയ്യാറെടുപ്പുകളോ നീക്കങ്ങളോ നടക്കുന്നില്ല എന്നുള്ളത് മാത്രം ഇതിനകത്ത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇതൊരു ഒരു മുദ്രാവാക്യമായി എടുത്തുകൊണ്ട് ഇതിനെ സർക്കാരിനെതിരെ തിരിച്ചുവിടുന്നൊരു ജനകീയ പ്രതിഷേധം ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ജനങ്ങളുടെ പ്രശ്നമാണ്. അത് വിലക്കയറ്റമായാലും തൊഴിലില്ലായ്മയായാലും അഴിമതിയായാലും വന്യജീവി ആക്രമണമായാലും കുടിവെള്ള പ്രശ്നമായാലും വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമായാലും ഒക്കെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പലതരത്തിലുള്ള സമരങ്ങൾ നടക്കും. അതിനോട് പ്രോ ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് 9 രക്തസാക്ഷികൾ എന്ന് തന്നെ നമ്മൾ പറയണം. 9 മരണങ്ങളല്ല, 9 രക്തസാക്ഷിത്വം ഈ 60 ദിവസത്തിനിടയിൽ സംഭവിച്ചിരിക്കുമ്പോൾ സ്റ്റേറ്റ് ആൻസറബിൾ ആണ്. സ്റ്റേറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ശരി, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ക്ഷമിക്കണം, ഇടവേളയില്ല. അങ്ങനെ ഒരു ഇടവേള നേരത്തെ ഇടവേള 15 മിനിറ്റ് കഴിഞ്ഞ ഇടവേള, അതിന് 40 ഇടവേള, അത് മനസ്സിൽ വന്ന അല്ല, ഇതിൽ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു സംവിധാനം ഉണ്ടാക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നത് ഇനി ജനങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് പരിപാടി കൊണ്ട് ഇനി വരും. പെട്ടെന്ന് ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു പ്ലാൻ വേണം. എങ്ങനെ ഈ വന്യജീവികളെ ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ ജനവാസ കേന്ദ്രങ്ങളുമായിട്ട് തിരിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ പണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യത്തെ അജീഷിൻ്റെ സംഭവം ഉണ്ടായ സമയം തുടങ്ങി ഞാൻ പറയുന്ന കാര്യം, ഈ ആന ഇറങ്ങുന്ന സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ആന ഇറങ്ങുന്നില്ല. ചില സ്ഥലങ്ങളിലാണ്. ഇപ്പം കക്കയം ഭാഗത്ത് ആന ഇറങ്ങുന്നുണ്ടോ ചോദിച്ചാൽ വളരെ കുറഞ്ഞ ഏരിയകളായിരിക്കും ഉണ്ടാവുക. വയനാടിൻ്റെ ആന ഇറങ്ങുന്ന ഏരിയകളുണ്ട്, വയനാട്ടിൽ ആന ഇറങ്ങാത്ത ഏരിയകളുണ്ട്, ഇടുക്കിയിൽ ആന ഇറങ്ങുന്ന ഏരിയയുണ്ട്, ഇറങ്ങാത്ത ഏരിയ. ആനകളെ വരുമ്പോൾ ആനകളെ എങ്ങനെ ജനവാസ കേന്ദ്രത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മതിലുകൾ നിർമ്മിക്കണോ, ഫെൻസിങ് നിർമ്മിക്കണോ, അങ്ങനെയുള്ള സാധനങ്ങൾ നിർമ്മിക്കാനുള്ള പ്ലാൻ വേണം. ഒന്ന്, അതിന് കിടങ്ങുകൾ പറ്റില്ല എന്ന് നമ്മൾ തെളിയിച്ചു. നമ്മൾ ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് പറ്റില്ല എന്ന് നമ്മൾ തെളിയിച്ചു. അങ്ങനെയുള്ള ഒരു സംവിധാനം നമ്മൾ റെയിൽവേ വേലി വെച്ചിട്ട് നമ്മൾ നോക്കി, അത് വിജയിക്കുന്നില്ല. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ കരിങ്കൽ മതിലുകൾ മാത്രമാണ് പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് വയനാടിനെ കുറിച്ചൊക്കെ കറക്റ്റായിട്ട് ഇന്നലെ ചർച്ചയിലേക്ക് പറയുന്നത് കേട്ടു. പണ്ടൊക്കെ എന്താണ് വന്യജീവി ആക്രമണം ഉണ്ടായിരുന്നില്ലേ, ഇപ്പോഴാണോ വന്യജീവി ആക്രമണം വന്നതെന്ന്? പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ജനവാസ കേന്ദ്രത്തിൽ നിന്ന് വളരെ കുറവാണ് ആനയാക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ടാകുന്നത് പോലെ ഒന്നും ഒരു മാസത്തിലിടയ്ക്ക് 10, 9 8 ആൾക്കാർ മരിച്ചിട്ടില്ല ഇന്ന് വരെ. ഇപ്പോൾ എന്താണ്, അത് ആ സ്ഥലത്ത് എങ്ങനെയാണോ ഫെൻസിങ് നിർമ്മിക്കേണ്ടത് അങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പന്നികളുടെ ആക്രമണം. പന്നികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രസവത്തിൽ 10, 15 കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു പ്രസവത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു കൂട്ടം എന്ന് പറയുന്നത് 10, 150 പന്നികളുടെ കൂട്ടമാണ്. ഒരേക്കർ സ്ഥലത്തേക്ക് 150, 100 പന്നികളുടെ കൂട്ടം വന്നാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതല്ലാതെ വേറെ എന്താണ് മാർഗം?
അതിന് പക്വമായിട്ടുള്ള ഒരു ഉത്തരവിറക്കുക, അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറയുക, അത് നിങ്ങൾ ചെയ്തോളാൻ പറയുക, നിങ്ങൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്ന പന്നികളെ വെടിവെച്ചുന്നതിന് കൊള്ളുന്നതിൽ പ്രശ്നമില്ല എന്ന് ഒറ്റ ഉത്തരവിൽ തരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ജനങ്ങൾ ചെയ്തോളും. ഇവരോട് കഥകൾ പറയേണ്ട കാര്യമില്ല. അതിന് വൈൽഡ് ലൈഫ് വാർഡനെ വിളിക്കണം, ഒരു റേഞ്ച് ഓഫീസർ വന്ന് കാവൽ നിൽക്കണം, റേഞ്ച് ഓഫീസറുടെ അനുമതി മുൻകൂർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇപ്പോൾ പറയുന്നു, നികേഷ് സാറ് പറയുന്നത് കേട്ടു, ഈ പറഞ്ഞ കക്കയത്തുള്ള കാട്ടുപോത്ത് അവിടെ വന്നിട്ടുണ്ട് 2 മാസം മുന്നേ എഴുതി കൊടുക്കുകയാണ് പരാതിയായിട്ട്. ഇത് അങ്ങനെ വന്ന് ഒരു റേഞ്ച് ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12 കിലോമീറ്റർ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന പിന്നെ കാട്ടുപോത്തിനെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാൻ വേണ്ടി എന്ത് ശ്രമകരമായ കാര്യമാണ്. നേരത്തെ ആക്രമിച്ചിട്ടുണ്ട്. അതിന് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നേ. ഒരു അമ്മയും മകളെ അല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ. കാരണം ഇവരൊന്നും റേഞ്ച് ഓഫീസർ വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫീസർ വിചാരിച്ചാലോ ഒന്നും നടക്കുന്ന കാര്യമല്ല ഇത്. ഒരു കാട്ടുപോത്തിനെ 25 കിലോമീറ്റർ 12 കിലോമീറ്റർ അപ്പുറം കാട്ടിൽ കയറ്റി വിടും, ഇവർ തിരിച്ചു വരില്ല എന്ന് ഇതിന് റേഡിയോ. എന്ത് ബോധമില്ലാത്ത പരിപാടിയാണ്. ഒരു കാട്ടിലേക്ക് തിരിച്ചു വിടുന്ന ആനേനെ റേഡിയോ കോളർ തിരിച്ച് കാട്ടിലേക്ക് വിടുക, എന്നിട്ട് അതിൻ്റെ പുറകെ അത് എങ്ങനെയാണെന്നറിയോ, അത് ഓട്ടോമാറ്റിക് ബോർഡറിലേക്ക് വരുമ്പം അതിൻ്റെ സെൻസിങ് പിന്നെ അതിൻ്റെ റേഡിയോ കോളറിന് സിഗ്നൽ വരില്ല. ഈ കാന പുറത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സിഗ്നലും പിടിച്ചിട്ട് ഈ പറയുന്ന മെഷീനും പിടിച്ച് നടക്കണം നമുക്കതിന് സിഗ്നൽ കിട്ടണമെന്നറിയാൻ. ഇന്നത്തെ ലോകത്താണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ആ ആനേനെ കാട്ടിപ്പൊടി വെടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് RRT ടീമിനെ വിടുകയാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം വയനാട്ടിൽ പിന്നെ അജീഷിനെ കൊന്ന ആനേനെ പിടിക്കാൻ പോയിട്ട് എന്തായി? 250 ടീം അങ്ങനത്തെ ടീമിനെ എത്ര ദിവസം പൈസയും മുടക്കി ഡീസൽ അടിച്ച് കാട്ടിലേക്ക് വിട്ടു? കിട്ടിയോ? ഈ സമയം വരെ കിട്ടിയോ? എവിടെ പോയി എന്നതിൽ ചർച്ച നടത്തുന്നുണ്ടോ? പ്രാക്ടിക്കലല്ലാത്ത വിവരമില്ലാത്ത പരിപാടികൾ ചെയ്യുന്നതിൻ്റെ ഭാഗമാണിതല്ല. കടുവയുടെ ആക്രമണം എന്ന് പറയുമ്പോൾ കടുവയുടെ എണ്ണം എത്രയാണ്? 285-300 കടുവ എന്ന് പറയുന്നത്. വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ 300 കടുവയെ ഒരു കടുവയ്ക്ക് ആവാസ വ്യവസ്ഥയുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കടുവയേ ഉണ്ടാവുള്ളൂ. ആ സ്ഥലത്ത് 300 കടുവയാണ്. അപ്പോൾ അവൻ പുതിയ ആവാസ സ്ഥലം നോക്കി പുറത്തേക്ക് വരും. പ്രായമായ കടുവകൾ പുറത്തേക്ക് വരും. അതിന് നടക്കാൻ പറ്റാത്ത കടുവകൾ പുറത്തേക്ക്. അതിന് കെട്ടിയിട്ട മൃഗങ്ങളാണ് നല്ലത്, മനുഷ്യനാണ് നല്ലത്. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന മന്ത്രി മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമാണെന്ന് കൂടെ. ഇന്ന് കഴിയുന്നത് നേരെ IFS എടുത്തിട്ട് നേരെ ആന എന്താ, കടുവ എന്താ, പുലി എന്താണെന്ന് അറിയില്ലാത്ത IFS ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അത് ചെയ്യേണ്ട, ഇത് ചെയ്യേണ്ട. ഇവരെവിടെയാണ് താമസിക്കുന്നത്? പരിസ്ഥിതി ഫണ്ടമെന്റലിസമായിട്ടാണ് ഇവർ വരിക. ഒരു തരം ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഫണ്ടമെന്റൽ. ഇവർക്ക് അറിയില്ലാന്നേ. ഇവരുടെ ഭാര്യയും മക്കളും കുട്ടികളും എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും ഫ്ലാറ്റിൽ ഇരുന്നിട്ടും വില്ലകളിൽ ഇരുന്നിട്ടും കഥകൾ പറയും. അയ്യോ അത് നല്ല മൃഗമാണ്, ആനേൻ്റെ കഥ. ഇത് അതിലെ ജനങ്ങളെ ജീവൻ വെച്ചിട്ട് മുന്നിൽ കിടന്ന് കളിക്കുകയാണ്. മാധവ് ഗാഡ്ഗിലിനെ ഇവിടെ ഉദ്ധരിച്ചല്ലോ. മാധവ് ഗാഡ്ഗിലിനെതിരായിട്ടാണല്ലോ കേരളത്തിൽ വലിയ സമരം നടന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരായിട്ടാണ് സമരം നടന്നത്. ഏറ്റവും കടുത്ത പരിസ്ഥിതിവാദിയായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ് മാധവ് ഗാഡ്ഗിൽ. ആ ഗാഡ്ഗിലിൻ്റെ ലേഖനത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഈ വന്യമൃഗങ്ങളുടെ അളവിൽ കവിഞ്ഞുള്ള വർധന എന്ന് പറയുന്നത് ജനവാസത്തിന് അപകടകരമായിട്ടുള്ള സാഹചര്യം. അത് മാത്രമല്ല, ഈ വന്യജീവി സംരക്ഷണ നിയമത്തിനകത്ത് അദ്ദേഹം തന്നെ പറയുന്നത് 11(2) വകുപ്പ് പ്രകാരം വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ പരിക്കേൽപ്പിച്ച് വിടുകയോ ചെയ്യാവുന്ന ഒരു വകുപ്പുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വനനിയമം ഭേദഗതി ചെയ്യാനൊന്നും ഇനി നിൽക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ദാറ്റ് പ്രൊവിഷൻ ഈസ് ദെയർ. ആ പ്രൊവിഷൻ എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഇത് പറയുന്ന ആരാന്നറിയോ? ഗാഡ്ഗിലാണ് പറയുന്നത്. കാരണം വെച്ചാൽ വന്യജീവികളുടെ എണ്ണം, പരിസ്ഥിതിക്ക് ഈ പറയുന്ന വന്യജീവികളും വന്യമൃഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വേണമെന്നുള്ള അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു പരിധി വിട്ടുള്ള അതിൻ്റെ വർധന എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവന് ഭീഷണിയാവുകയാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് അല്ലാതെ മറ്റു മാർഗമില്ല എന്നും അതിന് വയനാട്ടിൽ അടിയന്തരമായി നടപടി വേണമെന്നും പറഞ്ഞത് ഈ അഭിമുഖത്തിൽ മാധവ് ഗാഡ്ഗിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പെറ്റുപെരുകുന്ന മൃഗങ്ങളെ ഭക്ഷണമാക്കാനുള്ള അനുവാദം ജനങ്ങൾക്ക് നൽകണം. വില നൽകിയാണെങ്കിലും അവയുടെ മാംസം ജനങ്ങൾക്ക് കൈമാറണം. ഇതൊരു പുതിയ മാർഗമായി കാണണം. നിങ്ങൾ ഈ ദുബായിലും ഷാർജയിലും ഒക്കെ അവിടെ കടുവേനെയും പുലിനെയും ഒക്കെ വീട്ടിൽ വളർത്തുന്നുണ്ട്. അവിടെ ദുബായിലുള്ള കടുവയാ അല്ലെങ്കിൽ പുലി ദുബായിൽ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയിട്ട് വന്നിട്ടുള്ളതാണ്. കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് നമ്മുടെ നരേന്ദ്രമോദി പോയിട്ട് ചീറ്റപ്പുലിനെ കൊണ്ടുവന്ന് ഓർമ്മയുണ്ടോ? ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 4 വില കൊടുത്ത് കൊണ്ടുവരികയാണ്. ഇതില്ലാത്ത രാജ്യങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. ഇതിനെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇതിന് പിടിച്ചു കൊടുത്താൽ മതി, അവർ കൊണ്ടുപോയിക്കോളൂ. ഇതൊന്നും ചിന്തിക്കണം എന്നേ. ഇത് നമ്മുടെ മനസ്സിലെന്താണ്? നമ്മൾ ഭയങ്കര പ്രകൃതി സ്നേഹമൊക്കെ പറഞ്ഞ് ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ച ഉദ്യോഗസ്ഥന്മാർ വരികയാണ്. ഞാൻ ഒരു DFO ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ആദ്യം തീരുമാനിക്കുക എന്താ അറിയോ? അവിടെ ഞാൻ വന്നു എന്ന് തെളിയിക്കണം. അതിനെന്താ ചെയ്യുക? അവിടെയുള്ള പാവങ്ങളെ മുഴുവൻ പേടിപ്പിക്കും. പന്നീനെ തൊട്ടാലുണ്ടല്ലോ. എന്നിട്ട് ഇവർ തന്നെ പറയും പ്രശ്നം ഉണ്ടാവുമെന്ന് പറയും. നിങ്ങൾ ചെണ്ട കൊട്ടി ഓടിക്ക്, നിങ്ങൾ പടക്കം പൊട്ടി ഓടിക്ക്. ഇതെങ്ങാനും ഇത്രയും നാളും ചെയ്തിരുന്ന അവനകത്താ. ഒരു ആനയ്ക്ക് നേരെ പടക്കം പൊട്ടിച്ച് എറിഞ്ഞിട്ടുണ്ടല്ലോ, അവൻ നാളെ അകത്താണ്. ഈ പറഞ്ഞ ആന അന്നേരം ജനവാസ കേന്ദ്രത്തിലാണെന്ന് പറയില്ല. ഇവർ തന്നെ കേസെടുക്കും. ഇവരിപ്പോൾ പറയും നിങ്ങളങ്ങ് ഓടിച്ചോളൂ, നിങ്ങളങ്ങ് ചെയ്തോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് നോക്കിക്കൂടെ എന്നൊക്കെ ഇപ്പോൾ ചോദിക്കും. ഇതൊന്ന് ചെയ്തു നോക്കണം.
ഇത് ചെയ്തു നോക്കിയാൽ അവനകത്ത് അവനായിട്ട് അന്നേരം ഈ പറയുന്ന മാധ്യമങ്ങളും ഉണ്ടാവില്ല, ഈ പറഞ്ഞ സർക്കാരും ഉണ്ടാവില്ല, ഈ പറഞ്ഞ പിന്നെ ഓയറിട്ട് ആ കേസെടുത്ത് അവനെ കൊണ്ട് ജയിലിലിടും. ഇന്ദിരയെ കുത്തിക്കൊന്ന ആനയെ അങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് വനം വകുപ്പുകാർ അവിടുത്തെ അത് സാറേ ഇപ്പൊ നിങ്ങൾ ആനയെ കൊന്നതുകൊണ്ടാണ് ഈ ഇന്ത്യനെ കൊന്നതുകൊണ്ടാണ്. ഇന്ദിരനെ കൊല്ലാതെ ഈ ആനയ്ക്കെതിരെ പടക്കം എറിയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നെങ്കിൽ ആ പടക്കം എറിയുന്ന മനുഷ്യനൊന്നും ജയിലിലായിരിക്കും. എനിക്ക് നോക്കൂ, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞൊരു അഭിപ്രായം ഇപ്പോഴും നിലനിൽക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു അവസരമായി ഉപയോഗിക്കണം. നമ്മുടെ കയ്യിൽ വൈൽഡ് ലൈഫിൻ്റെ ഒരു ശേഖരമുണ്ട്. ആ വൈൽഡ് ലൈഫിൻ്റെ ശേഖരം നമുക്ക് എങ്ങനെ ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കാം? നേരത്തെ ഷാൻഡോ അഗസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ആളുകൾക്ക് അവരുടെ വീടുകളിൽ കടുവയും പുലിയും വളർത്താം. എന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കടുവകളാണ് അവിടെ ഉള്ളത് എന്ന് അല്ലാതെ അവിടെ ഇല്ലല്ലോ അങ്ങനെ കടുവയും പുലിയും ഒന്നും തന്നെയും. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ടൂറിസം സാധ്യത ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു സഫാരി, ഇപ്പോൾ ആഫ്രിക്കയിലാണ് ഏറ്റവും വലിയ സഫാരികൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഞാനൊരു മിനി സൂയുടെ ലൈസൻസ് കൈകാര്യം ചെയ്യുന്നൊരു ട്രസ്റ്റ് പ്രസിഡൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം സൂ എന്ന് പറയുന്ന കാഴ്ചപ്പാടൊക്കെ പോയി. തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ നമ്മൾ വളരെ കുറഞ്ഞ സ്ഥലത്ത് മൃഗങ്ങളെ കൂട്ടിലിട്ട് വളർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള സൂ മുഴുവൻ അങ്ങനെയാണ്, കൂട്ടിലിട്ട് വളർത്തുക. ഇത് ഒരു സഫാരി മോഡലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മനുഷ്യൻ ക്യാപ്റ്റീവ് ആവുകയും മൃഗങ്ങൾ സ്വൈരസഞ്ചാരം നടത്തുകയും ചെയ്യുന്ന രീതി. അപ്പോൾ ഇത് കുറച്ചധികം സ്ഥലം വേണം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വൈൽഡ് ആനിമലിന് വേണ്ടിയിട്ടുള്ള ഈ ഇരകളായിട്ടുള്ള ഈ പറയുന്ന കാട്ടുപന്നി പോലുള്ളതിൻ്റെയും പോപ്പുലേഷൻ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. നമുക്ക് ഇത്തരം ഇരയെ സൃഷ്ടിക്കാനും സാധിക്കും എന്നുള്ളത് കൊണ്ടും വൈൽഡ് ആനിമൽസ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉള്ളതുകൊണ്ടും ഒരു സഫാരിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സഫാരിയോ, ഇപ്പം നമ്മൾ ആഫ്രിക്കയിലൊക്കെ കണ്ടിട്ടുള്ള സഫാരി എന്ന് പറയുന്നത് കിലോമീറ്ററുകൾ, ഇപ്പോൾ കേരളത്തിൻ്റെ അത്രയും നീളമുള്ള സഫാരിയാണ് ആഫ്രിക്കയിലുള്ളത്. നമ്മുടെ മലയോര മേഖലയിൽ ഇത്തരത്തിൽ നീളത്തിൽ ഒരു സഫാരി ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ ഭാഗമായി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുക. ഈ റിസോർട്ടുകൾ വളർത്തിയെടുക്കാൻ സാധിക്കും, ഹോട്ടലുകൾ വളർത്തിയെടുക്കാൻ സാധിക്കും, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും, കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള അവബോധം കൊടുക്കാൻ സാധിക്കും. മുമ്പൊക്കെ നമ്മൾ സൂ എന്ന് പറയുന്നത് നമ്മൾ ഈ വൈൽഡ് ലൈഫിനെ നമ്മൾ നേരിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആ കൂട്ടിൽ എണ്ണി കാണിക്കുക എന്നുള്ളതാണെങ്കിൽ ഇന്ന് അതൊരു ട്രാവലിലൂടെയാണ് സാധിക്കുക. ആ ട്രാവൽ സാധ്യമാവുന്ന രീതിയിലുള്ളൊരു സഫാരി, ഒന്നിലധികം സഫാരിയോ മലയോര മേഖലകളിൽ ഉണ്ടാക്കാൻ അത് ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റായി തന്നെ വരികയാണ് എങ്കിൽ സ്റ്റേറ്റിനും സെൻറ്ററിനും യോജിച്ച് അതിൽ പ്രവർത്തിക്കാൻ കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഇന്നിപ്പോൾ ഒരു സൂ വേണമെങ്കിൽ, സൂവിൻ്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി വേണം. ഏറ്റവും ഒടുവിലുള്ള ഉത്തരവ് അനുസരിച്ച് വെറും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് മാത്രം പോരാ, സുപ്രീം കോടതിയുടെ അനുമതി വേണം. അപ്പോൾ അതിന് സാധിക്കുന്ന വിധത്തിലുള്ള കേന്ദ്ര സംസ്ഥാന ഇടപെടൽ സാധിക്കണം. പിന്നെ അതൊന്നും പ്രശ്നപരിഹാരം അതൊന്നും അല്ല കേട്ടോ. പ്രശ്നപരിഹാരം എന്ന് പറയുന്ന ഒരു കമ്മീഷൻ വെച്ച് ആദ്യം ഇതെന്താണ് വിഷയം എന്ന് പഠിക്കണം. ഒറ്റ കാര്യമാണ് പറയാം. ഈ കേന്ദ്രമന്ത്രി വന്നിട്ട് വയനാട്ടിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? വെടിവെക്കാൻ ഉത്തരവുണ്ട്, നിങ്ങൾ നടപ്പിലാക്കാത്തതുകൊണ്ട് പറയാണ്. നിങ്ങൾ നിയമമുണ്ട്, നിങ്ങൾ നടപ്പിലാക്കാത്ത ഒരു കാര്യമാണ് പറയാം. അല്ല അതല്ല, അങ്ങനെ നിയമമുണ്ട്. പക്ഷേ ഈ സമയം വരെ കേന്ദ്രത്തിന് പോലും ഒരു കേന്ദ്രമന്ത്രി അവിടുത്തെ അവസ്ഥ വന്ന് കണ്ടിട്ട് പോയതാണ്. അവർക്ക് പോലും ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ കേരള സർക്കാരിനെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. മന്ത്രി വന്നപ്പോൾ നമ്മുടെ മന്ത്രി പോയി കണ്ടില്ലെന്നേ. ഡോക്ടർ അരുൺ, ചുരുക്കി പറയാമോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം നിങ്ങൾ സംസാരിച്ചതിന് തുടർച്ചയായിട്ട് പറഞ്ഞാൽ, നേരത്തെ ഈ സഫാരിയുടെ കാര്യം പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിൽ മാത്രം 30,000-ഓളം ലൈസൻസ് ഉള്ള വേട്ടക്കാരുണ്ട്. എന്തുകൊണ്ടായിരിക്കും സ്വിറ്റ്സർലൻഡിൽ ഇത്രയും അധികം വേട്ടക്കാരെ കൊണ്ടുവന്നത്? അവിടെ മാനുകൾ ക്രമാതീതമായി പെരുകിയപ്പോൾ അവയെ വെടിവെച്ച് കൊല്ലുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥ വന്നു. ന്യൂസിലൻഡിലും സമാനമായ അവസ്ഥയിലാണുള്ളത്. അവിടെ മാനിൻ്റെ തലയൊക്കെ കൊണ്ടുപോകുന്നതിനുള്ള പ്രത്യേക പാക്കേജുകളുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വന്യമൃഗ വേട്ടയ്ക്ക് അനുകൂലമായി വാദിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ക്രമാതീതമായി ഏതു വന്യജീവി പെരുകിയാലും അത് അടിസ്ഥാനമായി പരിസ്ഥിതി സൗഹൃദം കൊണ്ട് ഒരു മനോഗതിയെ ബാധിക്കുമെന്നാണ് ഗാഡ്ഗിൽ പറയുന്നത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഈ കള്ളിങ്ങുകൾ, സീസണൽ കള്ളിങ്ങുകൾ, സീസണൽ ഹണ്ടിങ്ങുകൾ എന്നിവ നിയമവിധേയമാക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഓസ്ട്രേലിയ. ഞാൻ പലതവണ നമ്മുടെ മീഡിയ എഡിറ്റേഴ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഓസ്ട്രേലിയയിലെ ദേശീയ മൃഗമാണ് കങ്കാരു. ആ കങ്കാരുവിന് 20 ലക്ഷത്തോളം കങ്കാരുക്കളെയാണ് കഴിഞ്ഞ തവണ മാത്രം വെടിവെച്ചു കൊന്നത്. കാരണം കങ്കാരുക്കളുടെ എണ്ണം ക്രമാതീതമായി പെരുകി. അവ
പാടങ്ങളിലേക്ക് വന്നു, കർഷകരുടെ ഭക്ഷ്യവിളകൾ നശിപ്പിക്കാൻ തുടങ്ങി. ഇതേപോലെയാണ് വലിയ പന്നികളുടെ കാര്യം. ന്യൂസിലൻഡിലാണെങ്കിൽ ഇങ്ങനെ ഒട്ടേറെ രാജ്യങ്ങളിൽ ഈ മാർഗമുണ്ട്. എന്തിനേറെ അമേരിക്കയിൽ, അവിടെ നിന്നാണ് നമ്മൾ പരിസ്ഥിതിവാദം പഠിക്കുന്നത്. ഇപ്പോൾ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ആദ്യത്തെ ലോകത്തെ ദേശീയോദ്യാനം ഉണ്ടാകുന്നത് അമേരിക്കയിലാണ്. അവിടെയാണ് ലോക പരിസ്ഥിതിവാദത്തിൻ്റെ 1ഉം 2ഉം. ഇപ്പം റേച്ചൽ കാഴ്സണൊക്കെ സൈലന്റ് സ്പ്രിംഗ് എഴുതുന്നത് ആ അമേരിക്കയിലാണ്. ആ അമേരിക്കയിലെ പരിസ്ഥിതിവാദത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ലോകമെമ്പാടും അത് കയറ്റി അയക്കപ്പെട്ടത്. ആ പരിസ്ഥിതിവാദത്തെ പിന്തുടർന്ന് അമേരിക്കയിൽ പോലും 60% ആളുകളും അവരുടെ ഭൂവിസ്തൃതിയുള്ള പ്രദേശങ്ങളിലും ലൈസൻസ് ഉണ്ട് ഹണ്ടിങ്ങിന് എന്നുള്ളതാണ്. അപ്പോൾ പ്രാദേശികമായ ഹണ്ടിങ്ങിനുള്ള പെർമിഷൻ കൊടുക്കുക. ഒരു വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന കേന്ദ്രീകൃത സംവിധാനമല്ല വന്യജീവികളുടെ വെടിവെപ്പിന് ഉത്തരവിടേണ്ടത്. അത് പ്രാദേശിക സംവിധാനമാവണം. അത് പഞ്ചായത്തുകളിലേക്ക് എത്തണം. ആ പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് ഉത്തരവിടാൻ കഴിയുന്ന തരത്തിലേക്ക് വരികയും പഞ്ചായത്തുകളിലടക്കം ഈ വനമേഖലകളോട് അതിർത്തി കിടക്കുന്ന പ്രദേശങ്ങളിൽ അവർക്ക് തോക്കുകൾ, നാടൻ തോക്കുകൾ സൂക്ഷിക്കാനും വന്യമൃഗങ്ങളെ ആ രീതിയിൽ വേട്ടയാടി ഭക്ഷിക്കാനും അതേപോലെ വിഭവമാക്കി മാറ്റാനുമുള്ള അവകാശം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന വനനിയമത്തിൻ്റെ ഭേദഗതി ഉപയോഗപ്പെടുത്തണം. അതിന് ഈ ജനസമ്മർദ്ദം ഒരു തടസ്സമേ ആകരുത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാലോചിതമായി ഇത് പരിഷ്കരിക്കപ്പെടുകയും വേണം. ഏതായാലും സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന കാര്യം സംശയമില്ല. സർക്കാർ ഉടനെ തന്നെ പ്രവർത്തിക്കേണ്ട സമയം കടന്നുപോയി. ഒരു വാചകം കൂടി, നമ്മൾ ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ടാണ് ഈ പറയുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വർദ്ധിച്ചതായി പറയുന്നത്. പലതരത്തിലുള്ള ഇടപെടൽ നമ്മൾ സ്റ്റേറ്റ് നടത്തിയിട്ടുണ്ട്. ഈ വലിയ രീതിയിലുള്ള ഫണ്ട് ഇതിനകത്ത്, ഇപ്പോൾ നേരത്തെ ആൻഡ്രൂ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ചതുപോലെയും നമുക്കൊക്കെ പൊതുവായി അറിയുന്നത് പോലെയും ഈ വലിയ ചിലയിടങ്ങളിലൊക്കെ വലിയ മതിലുകൾ പണിയുന്നു, ചിലയിടങ്ങളിൽ വേലി കെട്ടുന്നു, അങ്ങനെയൊക്കെ തന്നെയും ഒരു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മരണത്തെ യഥാർത്ഥത്തിൽ ഈ ഫണ്ട് റിലീസ് ചെയ്യിപ്പിക്കാനുള്ള മാർഗമായി വനം വകുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കയ്യിൽ ആധികാരികമായ രേഖയൊന്നുമില്ല. ഇത്തരം കാര്യങ്ങൾ ഈ വനം വകുപ്പ് കഴിഞ്ഞ 10-15 വർഷമായി എവിടെയൊക്കെയാണ് പണം ചെലവഴിച്ചിട്ടുള്ളത്, എന്തിനിത് ചെലവഴിച്ചു എന്നത് സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണവും ആവശ്യമാണ് എന്ന വിലയിരുത്തലാണ് ഞാൻ. കാരണം ഈ വനം വകുപ്പിൻ്റെ കയ്യിൽ കിട്ടുന്ന പണത്തിനൊരു കയ്യും കണക്കുമില്ല. ഇവരത് എവിടെ ചെലവഴിക്കുന്നു, നമ്മളിതൊന്നും കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇതൊന്നും ഉപകരിക്കുന്നില്ലല്ലോ എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയം. രസം അറിയോ, എത്ര പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടെന്നറിയോ വനം വകുപ്പിൻ്റെ കീഴിൽ? ഏകദേശം 7-8 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം ചെയർമാനും പിന്നെ MD സംവിധാനങ്ങൾ കേരളത്തിന് മാത്രമല്ല, ഞാൻ കേന്ദ്രത്തിൻ്റെ അടക്കം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു സംവിധാനം ഇപ്പോൾ വാരിക്കുഴി കുത്താൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് പിന്നെ കാടിൻ്റെ അകത്ത് ആനനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വാരിക്കുഴിയൊന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ എന്താ സംവിധാനം? ഇന്ന് ഈ പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രവും വനവും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് കിടങ്ങുകൾ കുഴിക്കുകയാണ്. ഒരു കിടങ്ങ് കുഴിക്കുക എന്ന് പറയുന്നത് ഏകദേശം 10, 50, 40 കോടികൾ മുടക്കിയിട്ട് ഓരോ ഏരിയ കിടങ്ങ് കുഴിക്കുക. ഒരു മഴക്കാലം കഴിയുമ്പോൾ ആ കിടങ്ങ് നികന്നിട്ട് പോവുകയാണ്. ഒറ്റ മഴക്കാലത്തേക്കാണ് ഈ പറയുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതെന്താണ്? അത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല രീതിയിൽ അറിയാവുന്നേ. നമ്മൾ കാണുന്ന എത്ര വീഡിയോയിലാണ് ഈ ആനയൊക്കെ വളരെ നിഷ്പ്രയാസം ഈ വേലി എടുത്ത് മാറ്റി വെച്ചിട്ട് ഇറങ്ങി പോകുന്നത്. അല്ല, അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇത് പെർമനന്റ് ആയിട്ട് ചെയ്യില്ല. പെർമനന്റ് ആയിട്ട് ചെയ്താൽ ഇവരുടെ വരുമാനം നിന്നു. അതുകൊണ്ട് ഇവരിത് ഒരിക്കലും പെർമനന്റ് ആയിട്ട് ഇത് അടുത്ത പ്രാവശ്യം പൊളിയാൻ വേണ്ടിയിട്ട് ഇന്ന് വനമന്ത്രി പറഞ്ഞൊരു കേസുണ്ട്, ഞാൻ കേട്ടതാണ്. ഇതിന് തൊഴിലുറപ്പ് പദ്ധതി, ഇതിൻ്റെ ഫെൻസിങ്ങുകളും കാര്യങ്ങളും എല്ലാം പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയായി ബന്ധപ്പെടുത്തി ചെയ്യണമെന്ന് ഇതൊക്കെ ഇവർ പറയും. തൊഴിലുറപ്പ് പദ്ധതിയായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഇത് ചെയ്യാന്ന്. ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണെന്നാണ് മന്ത്രി വിചാരിച്ചിട്ട് അത്രേ ആ ലാഘവത്തോട് കൂടിയിട്ട് കാണുന്നുള്ളൂ എന്നാണ് യഥാർത്ഥം. ഏതായാലും ഈ ചർച്ച നമ്മൾ സർക്കാരിന് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് എന്നുള്ളൊരു നിരീക്ഷണം എനിക്കുണ്ട് കേട്ടോ. നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയാം. ഏതായാലും പ്രതിരോധം വൈകുന്നു എന്ന ചോദ്യത്തിന് വൈകി എന്നുള്ളത് തന്നെയാണ് 5 പേരുടെയും അഭിപ്രായം. മീഡിയ എഡിറ്റേഴ്സിന് നാളെ നമസ്കാരം. ഗുഡ് നൈറ്റ്. Meet the editors.